ഹലോ, അബിൻ വർക്കിയിലേക്ക് പോകുന്നു. ശ്രീ അബിൻ വർക്കി, ഇത് സർക്കാർ ജീവനക്കാർക്കുള്ള നിർദ്ദേശമോ ആഹ്വാനമോ ആയിരുന്നില്ല. ഈ പറഞ്ഞ ഈ വോളണ്ടിയറായി തിരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാരാകാൻ സർവഥാ സന്നദ്ധരായി വന്നവർക്ക് നൽകിയ നിർദ്ദേശം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്ന് പുറത്തു വന്ന ഓഡിയോയെക്കുറിച്ച് CPM-ന്റെ വിശദീകരണം. എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്ന്, ഇത് ശ്രീ അരുൺകുമാർ പറഞ്ഞതിലെ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഇതിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. അത് 2016 ഇവർ അധികാരത്തിൽ വന്നു, 2021 ഇവർ അധികാരത്തിൽ വരുമ്പോൾ ഇങ്ങനെയൊരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇങ്ങനെയൊരു സർവേ ഇവർ LDF നടത്തുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പൊന്നുമില്ല. അതിപ്പോൾ LDFിൻ്റെ പണം എടുത്ത് അവർ പണം പിരിച്ചോ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പണം എടുത്തോ ഒക്കെ അവർ നടത്തുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു വിയോജിപ്പില്ല. ഈ പണം എവിടെ നിന്നാണ് വരുന്നത്? ഇത് സർക്കാർ ഖജനാവിൽ നിന്നാണ് വരുന്നത്. എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് 20 കോടി രൂപയുടെ ഹെഡ് തന്നെ കിടക്കുന്നത് സ്പെഷ്യൽ PR ക്യാമ്പയിൻ എന്നുള്ള ഹെഡിലാണ്. 20 കോടി രൂപയുടെ ഹെഡ് തന്നെ കിടക്കുന്നത്. ആ ഹെഡ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതി പറയുന്നുണ്ട്. 2, ഈ പോർട്ടലുമായി ബന്ധപ്പെട്ട് ശ്രീ അരുൺകുമാർ പറഞ്ഞതിന് ഹൈക്കോടതി വളരെ കൃത്യമായ ഉത്തരം പറയുന്നുണ്ട്. ഇപ്പോൾ 2020 പോലെ ആ പോർട്ടൽ രൂപീകരിച്ച സമയത്തെ പ്രത്യേകമായ സാഹചര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്നത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. 3, അദ്ദേഹം ഒരു കർമ്മസേനയുമായി ബന്ധപ്പെട്ടാണ്. ഈ കർമ്മസേനയാണല്ലോ ഇത് ചെയ്യുന്നത്. ഈ കർമ്മസേന കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് തന്നെ 1/1/2020 അന്നത്തെ കോവിഡിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇത് വ്യക്തമായിട്ടും ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ ആയിരുന്നു എന്നുള്ളത് ഹൈക്കോടതി വളരെ കൃത്യമായി ആ ഓർഡറിലൂടെ പറഞ്ഞിരിക്കുകയാണ്. 2, ഇത് രാഷ്ട്രീയ ക്യാമ്പയിനാണ് എന്ന് പറയാൻ കാരണം എന്താ? കാരണം ഈ ഉത്തരവ് വരുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഈ പണി ചെയ്യേണ്ടത് ആരാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയാണ്. LDFിൻ്റെ ആളുകൾ വേണം ചെയ്യാൻ, LDFുമായി അനുഭാവമുള്ളവർ വേണം ഇത് ചെയ്യാൻ, അങ്ങനെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വേണം ഇത് ചെയ്യാൻ. ഇത് വളരെ കൃത്യമായി സർക്കുലറിലൂടെ പുറത്തു വന്ന കാര്യമാണ്. 3, ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശമായി ഇന്ന് പുറത്തു വന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ഓഫീസോ ഇന്നേ വരെ അതിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശം വരുന്നത് എന്താ? ഇത് തുടർഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ക്യാമ്പയിനാണ്. തുടർഭരണം വേണമെന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം. തുടർഭരണം വേണമെന്ന് ജനങ്ങളെ ബോധിപ്പിക്കണമെങ്കിൽ അത് രാഷ്ട്രീയ ക്യാമ്പയിനാണ്. അതിന് രാഷ്ട്രീയപരമായി LDF പണം മുടക്കണം. അല്ലാതെ ഞാനും സ്മൃതിയും അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരനും ഒക്കെ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് LDFന് രാഷ്ട്രീയ ക്യാമ്പയിൻ ഒരുക്കാനുള്ള വഴി ഉണ്ടാക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതൊരു PR തന്ത്രമായിരുന്നുവെന്നും ഈ PR തന്ത്രം പാളി എന്നുള്ളത് നമ്മൾ പറയാനുള്ള കാരണം. ഇത് കുറെ കാലമായി, ഇത് ഏതെങ്കിലും ഒരു നവകേരള സർവേയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ. കാരണം ഇന്ന് ഈ നാട്ടിലൂടെ പോയാൽ മുഴുവൻ ഹോർഡിങ്ങുകൾ എന്താണ്? ഈ വലിയ ഹോർഡിങ്ങുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? സഖാവ് പിണറായി വിജയൻ്റെ വലിയ മുഖം, സർക്കാരിൻ്റെ വലിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നമുക്കൊന്നായി തുടരണമെന്നാണ് പറയുന്നത്. നമുക്കൊന്നായി തുടരണമെന്നുള്ളത് ആരുടെ ക്യാമ്പയിനാണ്? ഇവരുടെ രാഷ്ട്രീയ ക്യാമ്പയിനാണ്. ആ രാഷ്ട്രീയ ക്യാമ്പയിന് വേണ്ടി ഈ നാട്ടിലെ ഹോർഡിങ്ങുകൾക്ക് വേണ്ടി പണം മുടക്കിയിരിക്കുന്നത് എൻ്റെ നിങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ്. ഈ നാട്ടിലെ ഏത് KSRTC ബസ് എടുത്താൽ നമുക്കിപ്പോൾ സഖാവ് പിണറായി വിജയൻ്റെ തല തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ KSRTC ബസ്സുകളിലെ ക്യാമ്പയിൻ എന്താണ്? അതും ഇത് തന്നെയാണ്, രാഷ്ട്രീയ ക്യാമ്പയിനാണ്. 3, ഈ നാട്ടിലെ മുഖ്യധാരാ ചാനലുകളിലെ സീരിയലുകളിൽ പോലും എന്തൊക്കെയാണ്? സീരിയലുകളിൽ പോലും പണം മുടക്കിക്കൊണ്ട് വളരെ വളരെ യാദർശികമായി വന്നവണ്ണം ഈ സർക്കാരിനെ അങ്ങ് പ്രകീർത്തിക്കാൻ കുറേ സിനിമാ നടിമാരും കുറേ സീരിയൽ നടിമാരും അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ PR ആണ് എന്ന് മനസ്സിലാക്കാൻ പാകത്തിന് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഇത് അരിയാഹാരമാണ് കഴിക്കുന്നതെന്ന് CPM-ൻ്റെ ആളുകൾ മനസ്സിലാക്കിയാൽ നന്നാണ്. ഇങ്ങനെ വലിയ PR വർക്കുകളുടെ വലിയ മേളമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അതിന് ഹൈക്കോടതി കൊടുത്ത കനത്ത തിരിച്ചടിയാണ്, മുഖത്തടിച്ച അടിയാണ് ഇന്നലത്തെ ഹൈക്കോടതി വിധി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് സാങ്കേതികമായ തിരിച്ചടി മാത്രം, സാങ്കേതികമായ പിഴവുകൾ ചൂണ്ടിക്കാണിക്കൽ മാത്രം എന്നുള്ള വാദമാണ് മറുവാദമായി ഉയരുന്നത്. രാഷ്ട്രീയമായ തിരിച്ചടിയായി കണക്കാക്കാനാവില്ല എന്ന്. അല്ല, രാഷ്ട്രീയമായല്ലേ ഇതിൻ്റെ തിരിച്ചടി വരുന്നത്? അല്ലെങ്കിൽ സർക്കാർ പണം മുടക്കി നാട്ടിൽ LDFകാരൻ മാനിഫെസ്റ്റോ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ക്യാമ്പയിൻ നടത്താനും ശ്രമിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് നടക്കില്ല, ഇത് പോസിബിൾ അല്ല എന്ന് പറയുന്നത് ഇത് സാങ്കേതികമായ തിരിച്ചടിയാണോ രാഷ്ട്രീയമായ തിരിച്ചടിയാണോ? ഇത് മാത്രമല്ല, ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഈ സർക്കാരിൻ്റെ മുഖം വികൃതമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. എത്രമാത്രം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇത് സ്മൃതി, ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കേരളത്തിലെ മുഖ്യധാരാ ചാനലുകൾക്ക് കോൺക്ലേവ് കൊടുക്കുന്നു. സർക്കാർ പണം മുടക്കിയല്ലേ, PR-ൻ്റെ ഭാഗമല്ലേ. പല കോൺക്ലേവുകളും ഇപ്പോൾ നടന്നല്ലോ. അത് പല മുഖ്യധാരാ ചാനലുകളും അതിൻ്റെ ടൈപ്പ് ആയിരുന്നല്ലോ.
സർക്കാർ പണം കൊടുത്ത് ഈ കോൺക്ലേവ് നടത്തി ഈ നാട്ടിലെ ഭരണ നേട്ടങ്ങൾ പറയാനെന്ന വണ്ണം ഭരണത്തിൻ്റെ വലിയ രീതിയിലുള്ള പരാജയം മറച്ചു പിടിക്കുകയല്ലേ ചെയ്തത്. അതുമാത്രമല്ല, ഈ നാട്ടിൽ എത്രയോ കാര്യങ്ങളിൽ ഇങ്ങനെ അനാവശ്യമായ PR വർക്കുകൾ നടത്തി നാട്ടിലെ സാധാരണക്കാരന് ഇവിടെ ഇപ്പം ഞാനിങ്ങ് കയറുന്ന വഴിക്ക് ഞാനിപ്പോൾ റിപ്പോർട്ടറിൻ്റെ സ്റ്റുഡിയോയിലല്ലേ ഇരിക്കുന്നത്. റിപ്പോർട്ടറിൻ്റെ സ്റ്റുഡിയോയിൽ താഴെ ചായക്കട നടത്തുന്ന ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞത് 1.25 കൊല്ലമായി ക്ഷേമനിധിയിൽ നിന്ന് പണം കിട്ടുന്നില്ല. 1.25 കൊല്ലമായി. എന്നോടൊന്നും ഇങ്ങ് കയറി വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോകാം, ഇതൊന്ന് ചാനലിൽ പറയണം മോനെ എന്ന് പറഞ്ഞതാ. ഇങ്ങനെ 1.25 കൊല്ലമായി 2 കൊല്ലമായി ക്ഷേമനിധിയിൽ നിന്ന് പണം കിട്ടാത്ത, ഈ നാട്ടിലെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഇങ്ങനെ ഒരു സന്നിധ ഘട്ടത്തിൽ കോടികൾ മുടക്കി ഇവിടെ PR വർക്ക് നടത്തി എത്രമാത്രം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ആ വെളുപ്പിക്കലിനൊന്നും കേരള ജനത നിന്നു കൊടുക്കില്ല എന്നുള്ള വലിയ സന്ദേശമാണ് ഇന്നലത്തെ കോടതി വിധിയിലൂടെയും അതിനുശേഷമുണ്ടായ ജനവികാരത്തിലൂടെയും മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഈ സർക്കാരിൻ്റെ മേൽ ഏറ്റ വലിയ തിരിച്ചടി തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. Debate with Smriti Parathikkad.